ഗേൾസ്, എല്ലാവർക്കും വിഷുദിനാശംസകൾ. എല്ലാവരും കണിയൊക്കെ കണ്ടോ? അപ്പൊ ഞാനാണെങ്കിൽ രാവിലെ എന്നെ കണി കാണാൻ പോകുന്നത് കൊല്ലത്തുള്ള ആശ്രമ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇപ്പം കൊല്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂർ പോലെ തന്നെയാണ്. അപ്പൊ ഗുരുവായൂർ പോകാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഈ ഒരു ക്ഷേത്രത്തിലാണ് പോകുന്നത്. ആദ്യം തന്നെ വീട്ടിലെ കണി കണ്ടാണ് ഇറങ്ങുന്നത്. കൃഷ്ണനും രാധയും ഉണ്ട്. പിന്നീട് നമ്മൾ എല്ലാ കണിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു രാവിലെ കണി കണ്ടത്. വീട്ടിലെ കണി കണ്ടതിന് ശേഷം മാത്രമാണ് അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചത്. അമ്പലത്തിലെത്തിയപ്പോൾ ഭയങ്കര ക്യൂ ഉണ്ട്. അപ്പൊ ആ ഒരു ക്യൂ കണ്ട് തന്നെ ഞാൻ തളർന്ന് നിൽക്കുവാണ്. നോക്കിയിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ക്യൂ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാതിരിക്കാം. എന്തായാലും പോസ്റ്റാണ്, കാര്യം അത്രയും ക്യൂ തീരണമെങ്കിൽ നല്ല സമയം എടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് എവിടെ അവസാനിക്കുമെന്ന് വിചാരിച്ച് നടന്നു പോവാന്ന് വിചാരിച്ചു. അപ്പൊ എന്താ, നേരെ അമ്പലത്തിൽ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ കണ്ട ചുമന്ന കസേരയില്ലേ, അത് വെച്ച് മറച്ചു വെച്ചേക്കുവാണ്. അതായത് സാധാരണഗതിയിൽ നേരെ പോകുന്ന അമ്പലമാണിത്, പക്ഷെ അതാണ് ഇപ്പൊ ഈ ചുമന്ന കസേര വെച്ച് മറച്ചിരിക്കുന്നത്. ചില ആൾക്കാർ അതുവഴി കുത്തി തുറന്നെല്ലാം പോകുന്നുണ്ട്, പക്ഷെ നമുക്കത് പോകാൻ പറ്റില്ലല്ലോ. നമ്മളിതാ ഈ കുളം വഴി വളഞ്ഞിട്ടാണ് ക്യൂ നിന്ന് പോകേണ്ടി വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ക്യൂ നിന്ന വഴിയിൽ ഇങ്ങനെ കുളത്തിലൊക്കെ ഇറങ്ങി, ഒരു 2-3 പേര് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ആ കുളത്തിന്റെ മനോഹാരിതയിൽ ഇങ്ങനെ ലയിച്ചു പോയെന്ന് പറയാലോ. നല്ല രസമുണ്ടായിരുന്നു. ആ ലൈറ്റ്സും കുളത്തിന്റെ ആ ഒരു റിഫ്ലക്ഷനും ഒക്കെ വന്നപ്പോ സൂപ്പർ ആയിരുന്നു. പിന്നീട് ഇതാ ഏകദേശം ക്യൂ ഒക്കെ കഴിഞ്ഞ് ഞാനിതാ ഇത് ആദ്യത്തെ മണ്ഡപം, ഇത് ശരിക്കും എനിക്കിത് കണ്ടപ്പോ ശബരിമല പോലെ തന്നെ തോന്നി. കാര്യം ഒരു 18 പടിയും അതും സ്വർണ്ണപ്പടിയും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആദ്യം തന്നെ കൃഷ്ണൻ കോവിലിൽ കയറുന്നതിന് മുമ്പേ ഞാൻ അയ്യപ്പന്റെ കോവിലില് ദർശനം നടത്തി. നല്ല രസമുണ്ടായിരുന്നു. കണ്ടിട്ടാണ് എനിക്ക് ശബരിമല പോലെ തന്നെ തോന്നി ആ ഒരു 18 പടിയും. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഇത് കറക്റ്റ് 18 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണിയാണ് ഓരോ പടികളും കയറിയത്. പക്ഷെ 18 തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അമ്പലത്തിന്റെ ആ ഒരു 4 കെട്ടിനുള്ളിൽ കയറിയിട്ട് 3 പ്രാവശ്യം വലം വെച്ചു. അപ്പൊ വലം വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സർപ്പക്കോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയും കയറി തൊഴുതു. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഫുൾ ഇങ്ങനെ വലം വെച്ചു. അതിനുശേഷം തിരിച്ച് അവിടെ നിന്നൊരു പടി ഉണ്ടായിരുന്നു, അതുവഴി പുറത്തിറങ്ങിയ സമയത്ത് ഇതാ ഞാൻ പൊക്കോണ്ടിരുന്ന ഒരു ക്യൂ ഇല്ലേ, അതിപ്പോ ഏകദേശം അമ്പലത്തിൽ കയറാനുള്ള ഒരു സമയം എത്തിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന സ്റ്റേജില് നല്ല പോലെ പാട്ട് കച്ചേരിയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ആലുണ്ട്. ഇതാണ് അമ്പലമുറ്റം. അമ്പലത്തിൽ കയറുന്ന ആ ഒരു ശ്രീകോവിൽ എന്ന് പറയുന്നത് നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പൊ എന്ന് വെച്ചാല് ഈ അമ്പലത്തിലാണ് ആൾക്കാർ ഇങ്ങനെ ആ സ്റ്റെപ്പ് വഴി, അവിടെയും പൊൻപടി തന്നെയാണ്, അപ്പൊ ആ സ്റ്റെപ്പ് വഴിയാണ് കയറുന്നത്. അപ്പൊ ഈ ആലിനകത്ത് കുറെ തൊട്ടില് തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് നേർച്ചയാണ്. അതായത് കുട്ടികൾ ഉണ്ടാവാൻ വൈകുന്നവരൊക്കെ ഈ അമ്പലത്തിൽ വന്നിട്ട് ഇതുപോലെ ഈ തൊട്ടിൽ കിട്ടുന്ന സമയത്ത് അവർക്ക് കുട്ടികൾ ഉണ്ടാകും എന്നൊരു വിശ്വാസമാണ്. പിന്നെ കുറെ നേരം കഴിഞ്ഞ് ബോറടിച്ചപ്പോ ഞാൻ കുറച്ച് നേരം എന്താ ഇവിടെ വന്ന് പീസ്ഫുൾ ആയിട്ട് പാട്ടൊക്കെ കേട്ടിരുന്നു. നല്ല കച്ചേരിയൊക്കെ ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കേട്ടിരുന്നു കഴിഞ്ഞ് പിന്നെ അവസാനം ഞാൻ എന്താ അമ്പലത്തിൽ കയറി. അമ്പലം നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ ഉള്ളിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാര്യം അങ്ങോട്ടേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പുറത്ത് നിന്ന് കുറെ നേരം തൊഴുതു. അപ്പൊ തൊഴുന്ന സമയത്താണ് കൃഷ്ണന്റെ വിഗ്രഹം ഇങ്ങനെ വലം വെക്കുന്നത്. 3 പ്രാവശ്യം പൂജാരിയാണെങ്കിൽ ആ ഒരു കൃഷ്ണ വിഗ്രഹവുമായിട്ട് ഈ അമ്പലത്തിന് ചുറ്റും വലം വെച്ചു. അപ്പൊ അത് തീരുന്നത് വരെ ഞങ്ങൾ അത് തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പിന്നെ അതിനുശേഷം പിന്നൊന്ന് വെറുതെ നിന്ന സമയത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു. അതിനുശേഷം ഇവിടെ ഇരുന്ന് ഞാൻ ഫോട്ടോ എടുത്ത് രസിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അമ്പലത്തിനകത്ത് നേർച്ചയൊന്നും നടത്തിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തുണ്ടല്ലോ കുറെ ആൾക്കാർ ക്യൂ നിൽക്കാതെ ബാക്ക് വഴി കയറുന്നു. പിന്നീട് എല്ലാം പോട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് നടക്കുവാണ്. നടക്കുന്ന സമയത്ത് ഇവിടെ ഇഡലി കൊടുക്കുന്നുണ്ട്, ഇഡലിയും വടയും, അതിനുള്ള ക്യൂ ആണ് അടുത്തത്. അപ്പൊ ആ ക്യൂവും നടക്കാൻ വയ്യല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ആ പാത്രം വാങ്ങിച്ചു, ആ ഫുഡ് ഞാനും കൂടെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ജോളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞു പോകുകയാണ്. അമ്മയ്ക്ക് നല്ല ആവി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് പോയി, ബൈക്കിലായിരുന്നു പോയത്. അപ്പൊ തിരിച്ചു പോകുന്ന സമയത്തുണ്ട് വഴിയിൽ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമുക്ക് കോഫിയും ഉഴുന്നുവടയും തരുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങി കഴിച്ച് അവിടെ നിന്ന് യാത്രയായി. അപ്പൊ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.